നെതർലൻഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായുള്ള 2026 സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ആണിത്. എന്തുകൊണ്ട് നെതർലൻഡ് ചൂസ് ചെയ്യണം? നെതർലൻഡ് തിരഞ്ഞെടുക്കാൻ 6 പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ലോക നിലവാരമുള്ള യൂണിവേഴ്സിറ്റികൾ നെതർലൻഡിലുണ്ട്. QS ടോപ്പ് 200 റാങ്കിങ്ങിൽ 12 യൂണിവേഴ്സിറ്റീസും നെതർലൻഡിലെയാണ്. TU ഡെൽഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി എടുത്ത ആ യൂണിവേഴ്സിറ്റിക്ക് 44th റാങ്ക് ആണ് വരുന്നത്. വാഹനിങ്കൻ യൂണിവേഴ്സിറ്റിക്ക് 57ഉം. അതുപോലെ തന്നെ 2100+ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം നെതർലൻഡില് ഇംഗ്ലീഷിലുണ്ട്. ഫുള്ളി ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പോൾ അത് കാരണം ഡച്ച് എന്നൊരു റിക്വയർമെന്റ് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ നെതർലൻഡിലെ യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ നമ്മൾ നെതർലൻഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 1 ഇയർ വർക്ക് വിസയാണ് ഉള്ളത്. ഷെങ്കൻ വിസ ആയ കാരണം നിങ്ങൾക്ക് ഈ ഒരു വിസ വെച്ച് 26 കൺട്രീസിലോട്ട് ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഇന്നോവേഷൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ നമ്മള് കേട്ടിട്ടുള്ള കമ്പനീസ് ആണ് ഈ ഫിലിപ്സ്, ASML എന്നൊക്കെ പറഞ്ഞ അത്രയും വലിയ കമ്പനീസ് എല്ലാം നെതർലൻഡിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ട്രോങ്ങർ കേരള കമ്മ്യൂണിറ്റി ഉണ്ട്. കാരണം 220K+ മലയാളീസിന്റെ ഒരു നെറ്റ്വർക്ക് തന്നെ നെതർലൻഡിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. നെതർലൻഡിൽ 2 ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. റിസർച്ച് യൂണിവേഴ്സിറ്റിയും അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസും. റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഇപ്പൊ റാങ്കിങ്ങും സ്പെഷ്യലൈസേഷനും ഒക്കെ വെച്ച് കുറച്ച് ടോപ്പ് പിക്ക് ചെയ്ത യൂണിവേഴ്സിറ്റീസ് ആണ് ഈ സ്ലൈഡിൽ കാണുന്നത്. അതില് TU ഡെൽഫ്റ്റ് എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി 44th റാങ്ക് ആണ്. അവിടെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഡിസൈൻ പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാമില് ലോ, സയൻസ്, സോഷ്യൽ സയൻസ് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. അത് 15th റാങ്കിങ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാഹനിക്കൻ യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ അവിടെ അഗ്രികൾച്ചർ, ലൈഫ് സയൻസ്, എൻവയോൺമെന്റ് സയൻസ് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. അതിന്റെ റാങ്കിങ് 57th. ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ 79th റാങ്ക് ആണ് വരുന്നത്. ലോ, മെഡിസിൻ, ഹ്യൂമാനിറ്റീസ് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂട്രക്റ്റിന്റെ റാങ്കിങ് എന്ന് പറയുമ്പോൾ 96th റാങ്കിങ് ആണ്. മെഡിസിൻ, സയൻസ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള കോഴ്സുകളാണ് അവിടെ ഉള്ളത്. TU എയിൻഡോവൻ യൂണിവേഴ്സിറ്റിയിൽ 128 റാങ്കിങ് ആണ് വരുന്നത്. അവിടെ എഞ്ചിനീയറിംഗ് ഇപ്പോ വളരെ എന്താണ് ഈ ഒരു സമയത്ത് AI, ഡേറ്റ സയൻസ് പോലുള്ള കോഴ്സുകൾക്കാണ് വളരെയധികം ഡിമാൻഡ് ഉള്ളത്. ഈ കോഴ്സസ് എല്ലാം TU ഐൻഡോവൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. നെക്സ്റ്റ് എറാസ്മസ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ റാങ്കിങ് വരുന്ന 230 ആണ്. അത് ലൊക്കേഷൻ റോട്ടർഡാം. ബിസിനസ്, എക്കണോമിക്സ്, ലോ, മെഡിസിൻ പോലുള്ള കോഴ്സുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ VU ആംസ്റ്റർഡാമിൽ അതിന്റെ റാങ്കിങ് വരുന്നതെന്ന് പറയുന്നത് 185 ആണ്. സയൻസ്, ഫിലോസഫി, തിയോളജി പോലുള്ള കോഴ്സുകളാണ് വരുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മാട്രിക്ട് യൂണിവേഴ്സിറ്റി. അത് അവിടെ PBL ലേണിംഗ്, ബിസിനസ്, ലോ, ഹെൽത്ത് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ക്രോണിങ്കൻ യൂണിവേഴ്സിറ്റിയിൽ 170 ആണ് അതിന്റെ റാങ്കിങ് വരുന്നത്. സയൻസ്, എനർജി, ലൈഫ് സയൻസ് പോലുള്ള കോഴ്സുകളാണ് അവിടെ ഉള്ളത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് 20, അത് അതിന്റെ ഒരു റാങ്ക് എന്ന് പറയുന്നത് 389 ആണ്. എഞ്ചിനീയറിംഗ്, ബിഹേവിയറൽ സയൻസ്, IT പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഫ്രാഡ്ബൗട്ട് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ റാങ്കിങ് 200ലാണ് അതിന്റെ റാങ്ക് വരുന്നത്. അത് മെഡിസിൻ, ന്യൂറോ സയൻസ്, ഹ്യൂമാനിറ്റീസ് പോലുള്ള കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ടിൽബർഗ് യൂണിവേഴ്സിറ്റിയിൽ ലോ, ബിസിനസ്, സോഷ്യൽ സയൻസ് പോലുള്ള കോഴ്സുകളാണ് ഉള്ളത്. ഇനിയും ഓപ്പൺ യൂണിവേഴ്സിറ്റി പാർട്ട് ടൈം, ഓൺലൈൻ, ഫ്ലെക്സിബിൾ ലേണിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഫ് നെതർലാൻഡ്. യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ, ജോബ് ഫോക്കസ്ഡ് ഡിഗ്രികൾ നൽകുന്ന യൂണിവേഴ്സിറ്റിയാണ് ഈ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റികൾ. ഹാൻസെ, സാക്സിയോൺ യൂണിവേഴ്സിറ്റി, ഫോണ്ടീസ് യൂണിവേഴ്സിറ്റി, HAN, അവാൻസ്, റോട്ടർഡാം US ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തിരഞ്ഞെടുക്കാവുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവിടെ 5 month മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ഉണ്ട്.
ഈ മാൻഡേറ്ററി ആയ കാരണം തന്നെ 70% ഓഫ് കേരള സ്റ്റുഡൻസിനും ഡയറക്റ്റ് ജോബ് ഓഫേഴ്സ് ഈ ഒരു ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ കിട്ടാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ നെതർലാൻഡ് ആണ്. ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് ടോപ്പ് വേൾഡ് ഫേമസ് നീഷ് സ്കൂൾസ് ആണ്. നീഷ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഡിസൈൻ, ബിസിനസ്, ആർട്ട്, വാട്ടർ മാനേജ്മെന്റ് പോലുള്ള നീഷില് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൈൻറൂട്ട് ബിസിനസ് യൂണിവേഴ്സിറ്റി. ഇവിടെ ബിസിനസ് ലീഡർഷിപ്പ്, MSc ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA, MSc അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ, പാർട്ട് ടൈം എക്സിക്യൂട്ടീവ് MBA പോലുള്ള കോഴ്സുകളാണ് ഇവിടെ ഉള്ളത്. ഇത് സ്മോളസ്റ്റ് ആണ്, ബട്ട് ഒരു എക്സ്ക്ലൂസീവ് ഡച്ച് യൂണിവേഴ്സിറ്റി ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസീഡ് യൂണിവേഴ്സിറ്റി. ഇൻസീഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച MBA പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ ഫുൾ ടൈം MBA, എക്സിക്യൂട്ടീവ് MBA, മാസ്റ്റർ ഇൻ മാനേജ്മെന്റ്, PhD മാനേജ്മെന്റ് കോഴ്സുകളൊക്കെയാണ് ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസൈൻ അക്കാഡമി ഓഫ് ഐൻഡോവൻ. ഇത് ലോകത്തിലെ 1ാം നമ്പർ ഡിസൈൻ സ്കൂൾ ആണ്. ഇവിടെ കൺസെപ്ച്വൽ ഡിസൈൻ ആണ് ഇവിടുത്തെ ഒരു നീഷ് വരുന്നത്. BA വെൽബീയിങ്, BA മാൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, MA സോഷ്യൽ സയൻസ്, MA ഇൻഫർമേഷൻ ഡിസൈൻ പോലുള്ള കോഴ്സുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് NHTV ഓർ ബ്രേഡെ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ആണ്. ഇത് ടോപ്പ് യൂറോപ്യൻ ഗെയിം ഡിസൈൻ സ്കൂൾ ആണ്. ഇവിടെ ഗെയിം ഡിസൈൻ ആൻഡ് മീഡിയ പോലുള്ള കോഴ്സുകളാണ് മെയിൻ ആയിട്ടുള്ളത്. BSc ഗെയിം ആർക്കിടെക്ചർ, BSc ഡിജിറ്റൽ മീഡിയ ആൻഡ് ക്രിയേറ്റീവ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു യൂണിവേഴ്സിറ്റിക്ക് ടോപ്പ് ഗെയിമിംഗ് ഇൻഡസ്ട്രി ഒക്കെ ആയിട്ട് ടൈപ്പ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് NHTV. CS, AI ആൻഡ് ഡേറ്റ സയൻസ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. TUE ഐൻഡോവൻ യൂണിവേഴ്സിറ്റി. ഇത് MSc ഡേറ്റ സയൻസ് ആൻഡ് AI കോഴ്സ് ഇവിടെ ഉണ്ട്. ഈ കോഴ്സിൽ ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, പ്രോസസ് മൈനിങ്, ഇൻഫർമേഷൻ സിസ്റ്റം, ന്യൂറൽ നെറ്റ്വർക്ക്, ഡാറ്റ വിഷ്വലൈസേഷൻ, എത്തിക്സ് ഇൻ AI ഒക്കെയാണ് ഇതിലുള്ളത്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ASML, ഫിലിപ്സ് പോലുള്ള കമ്പനീസിൽ MSc ഡാറ്റ സയൻസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡാം. ഇവിടെ MSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് ഫേമസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഡീപ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, നോളജ് റെപ്രസെന്റേഷൻ, റെസ്പോൺസിബിൾ AI ഒക്കെയാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡ് ആകുന്നത്. ഇവിടെയും നിങ്ങൾ ഒരു 2 ഇയർ കോഴ്സ് ആണ്. 15,510 യൂറോയാണ് പെർ ഇയർ ഇവിടുത്തെ ഫീസ് വരുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലൈഡൻ യൂണിവേഴ്സിറ്റി. ഇവിടെ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ആണുള്ളത്. ഇതൊരു 2 ഇയർ കോഴ്സ് ആണ്. ഏകദേശം ഇവിടുത്തെ ഫീസ് വരുന്നത് 50,400 യൂറോയാണ് പെർ ഇയർ അവിടുത്തെ ഫീസ് വരുന്നത്. നെക്സ്റ്റ് ഹാൻസെ യൂണിവേഴ്സിറ്റി. അവിടുത്തെ BSc ICT ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സ് എന്ന് പറയുന്നത് ഒരു 4 ഇയർ കോഴ്സ് ആണ്. പെർ ഇയർ ഫീസ് വരുന്നത് 8,900 യൂറോയാണ്. ഈ കോഴ്സസിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് ജാവ, പൈത്തൺ പ്രോഗ്രാമിംഗ്, വെബ് ഡെവലപ്മെന്റ്, ഡാറ്റാബേസ് ഡിസൈൻ, അജൈൽ സ്ക്രം, ക്ലൗഡ് സർവീസ്, AWS ഓർ അഷ്വർ പോലുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ 5 month ഇന്റേൺഷിപ്പും ഉണ്ട്. or MSc പ്രോഗ്രാംസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI എക്സ്റ്റൻഡഡ് കോഴ്സ് ആണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ക്രോണിങ്കൻ. ഇവിടുത്തെ MSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് 2 ഇയർ കോഴ്സ് ആണ്. ഫീസ് വരുന്നതെന്ന് പറയുന്നത് 40,800 യൂറോയാണ്.
കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഡീപ് ലേണിംഗ്, കോഗ്നിറ്റീവ് റോബോട്ടിക്സ്, ഹ്യൂമൻ മെഷീൻ ഇന്ററാക്ഷൻ, വിഷൻ ആൻഡ് കോഗ്നിഷൻ, സയന്റിഫിക് വിഷ്വലൈസേഷൻ, ഡേറ്റ സയൻസ് പ്രൊജക്ട് എന്നിവയാണ്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി റാഡ്ബൗഡ് യൂണിവേഴ്സിറ്റി. റാഡ്ബൗഡ് യൂണിവേഴ്സിറ്റിയിലെ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സും ഒരു 2 ഇയർ പ്രോഗ്രാം ആണ്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ സയൻസ്, ഫോർമൽ മെത്തേഡ്സ്, കൺകറൻസി ആൻഡ് പാരലിസം, സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, മാസ്റ്റർ തീസിസ് വിത്ത് ഇൻഡസ്ട്രിയൽ പാർട്ട്ണർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വേറൊരു ടോപ്പ് യൂണിവേഴ്സിറ്റി ആണ് TUE ഐൻഡോവൻ യൂണിവേഴ്സിറ്റി. ഇവിടത്തെ MSc ഹ്യൂമൻ ടെക്നോളജി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആ കോഴ്സ് ഒരു 2 ഇയർ കോഴ്സ് ആണ്. അതുപോലെ തന്നെ ഫീസ് വരുന്നത് 16,900 യൂറോയാണ്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് UX റിസർച്ച്, ഇന്ററാക്ഷൻ ഡിസൈൻ, കോഗ്നിറ്റീവ് സൈക്കോളജി പോലുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ട്രിനിറ്റി. ഇവിടുത്തെ MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ്, അത് സൈബർ സെക്യൂരിറ്റി ആണ് ഇതില് സ്പെഷ്യലൈസ് ആയിട്ട് വരുന്നത്. കോഴ്സസിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ക്രിപ്റ്റോഗ്രഫി, ഡിജിറ്റൽ ഫോറൻസിക്, എത്തിക്കൽ ഹാക്കിംഗ് പോലുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇവിടുത്തെ ഫീസ് വരുന്നത് 15,000 യൂറോയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രോഗ്രാംസിലെ കോഴ്സസ്, സ്പെഷ്യലൈസേഷൻ ആൻഡ് കരിയർ ഔട്ട്കംസ് ആണ് ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. എഞ്ചിനീയറിംഗിന് വേണ്ടി നമ്മളൊരു ടോപ്പ് 4 യൂണിവേഴ്സിറ്റി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. TUE ഐൻഡോവൻ യൂണിവേഴ്സിറ്റി. ഇത് MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇത് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സിഗ്നൽ പ്രോസസിംഗ്, embedded system, പവർ ഇലക്ട്രോണിക്സ്, RF ടെക്നോളജി, VLSI ഡിസൈൻ ആൻഡ് സ്മാർട്ട് ഗ്രിഡ് പോലുള്ള കാര്യങ്ങളാണ്. ഇതൊരു 2 ഇയർ കോഴ്സ് ആണ്. ഇപ്പൊ ഈ MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ASML, NXP സെമി കണ്ടക്ടേഴ്സ് പോലെ അല്ലെ ഫിലിപ്സ് പോലുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഏകദേശം ഒരു MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു കാൻഡിഡേറ്റിന്റെ സാലറി എന്ന് പറയുമ്പോൾ 52 to 78K യൂറോസ് ആയിരിക്കും. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് TU ഡെൽഫ്റ്റ് യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ MSc എയറോസ്പേസ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എയറോഡൈനാമിക്സ്, ഫ്ലൈറ്റ് പെർഫോമൻസ്, എയറോ സ്ട്രക്ചേഴ്സ് പോലുള്ള കാര്യങ്ങളാണ്. ഇതൊരു 2 ഇയർ കോഴ്സ് ആണ്. ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എയർബസ്, ESA പോലുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് MSc സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് TUE യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സസിൽ ഇൻക്ലൂഡഡ് ഉള്ളതെന്ന് പറയുമ്പോൾ സോളാർ സെൽ ടെക്നോളജി, വിൻഡ് എനർജി സിസ്റ്റം, എനർജി ഷോർട്ടേജ്, സ്മാർട്ട് ഗ്രിഡ് പോലുള്ള കാര്യങ്ങളാണ്. കരിയർ എന്ന് പറയുമ്പോൾ വാറ്റൻഫോൾ എന്ന് പറഞ്ഞ കമ്പനി, NG, സോളാർ എഡ്ജ് പോലിടത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഏകദേശം ഒരു MSc സസ്റ്റൈനബിൾ എഞ്ചിനീയറിന് 48 to 72K യൂറോസ് വരെ ആയിരിക്കും സാലറി റേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സാക്സിയോൺ അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ BSc മെക്കാനിക്കൽ എഞ്ചിനീയർ കോഴ്സ് എന്ന് പറയുന്നത് ഒരു 4 ഇയർ കോഴ്സ് ആണ്. ഈ കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ടെക്നിക്കൽ ഡ്രോയിങ്, പ്രൊഡക്ഷൻ ടെക്നോളജി, ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ്. കരിയർ എന്ന് പറയുമ്പോൾ DAF പോലുള്ള കമ്പനീസിലൊക്കെ ഒരു BSc മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്. ഏകദേശം സാലറി റേഞ്ച് എന്ന് പറയുമ്പോൾ 36 to 52K യൂറോസ് ആയിരിക്കും. ഈ ഒരു സ്ലൈഡില് MSc പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് MSc പ്രോഗ്രാംസിന്റെ ബാക്കി വരുന്ന യൂണിവേഴ്സിറ്റീസും കൂടെ ആണ് നമ്മൾ നോക്കുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ക്രോണിങ്കൻ. ഈ ക്രോണിങ്കൻ യൂണിവേഴ്സിറ്റിയില് MSc ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് കോഴ്സ് ഒരു 2 ഇയർ കോഴ്സ് ആണ്. ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ റിസർച്ച്, സപ്ലൈ ചെയിൻ, ലീൻ സിക്സ് സിഗ്മ, ബിസിനസ് പ്രോസസ് ഒപ്റ്റിമൈസേഷൻ പോലുള്ള കാര്യങ്ങളാണ്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഷെല്ലില് പ്രോസസ് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഇക്കിയൽ ഓപ്പറേഷൻസിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 45 to 70K യൂറോസ് ആയിരിക്കും സാലറി റേഞ്ച് വരുന്നത്.
നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി TU ഡെൽഫ്റ്റിലെ MSc ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2 ഇയർ കോഴ്സ് ആണ്. കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് 70,340 യൂറോയാണ്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ പവർ സിസ്റ്റം, മൈക്രോ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ASMല് സിസ്റ്റം എഞ്ചിനീയർ ആയിട്ട്, NXP സെമി കണ്ടക്ടറിലെ IC ഡിസൈൻ എഞ്ചിനീയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 52 to 80K ആയിരിക്കും സാലറി വരുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിലെ MSc മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഡിസൈൻ മാനുഫാക്ചറിംഗ് ഉണ്ട്, ബയോമെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, റോബോട്ടിക്സ്, തെർമൽ എഞ്ചിനീയറിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളാണ് വരുന്നത്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ DAF ട്രക്കിൽ ഡിസൈൻ എഞ്ചിനീയർ, സീമെൻസിൽ ഓട്ടോമേഷൻ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 44 to 68K ആയിരിക്കും അവിടുത്തെ ഒരു സാലറി റേഞ്ച് വരുന്നത്. ഇത് ഇപ്പൊ ഇങ്ങനെയുള്ള കോഴ്സിനൊക്കെ കുറെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതില് ഏറ്റവും സാലറി റേഞ്ച് വരുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് TU ഐൻഡോവൻ യൂണിവേഴ്സിറ്റി. ഇവിടെ MSc ആർക്കിടെക്ചർ, ബിൽഡിംഗ് ആൻഡ് പ്ലാനിംഗ് കോഴ്സ് MSc കോഴ്സ് ഉണ്ട്. ഇത് 2 ഇയർ കോഴ്സ് ആണ്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ബിൽഡിംഗ്, അർബൻ ഡിസൈൻ, സ്മാർട്ട് സിറ്റീസ്, ക്ലിനിക്കൽ ന്യൂറോളജി പോലുള്ള കാര്യങ്ങളാണ്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ അർബൻ പ്ലാനർ, ആർക്കിടെക്ചർ എഞ്ചിനീയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 44 to 68K യൂറോ ആയിരിക്കും സാലറി റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് നോക്കാം. ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസിൽ ഹാൻസെ യൂണിവേഴ്സിറ്റി ആണ്. ഇവിടുത്തെ BSc ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സ് ആണ്. ഏകദേശം 8,900 യൂറോ പെർ ഇയർ ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ മൂവ്മെന്റ് സയൻസ്, മസ്കുലോ സ്കെൽറ്റൽ തെറാപ്പി, സ്പോർട്സ് തെറാപ്പി പോലുള്ള കാര്യങ്ങളാണ്. ന്യൂറോ റീഹാബ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ക്ലിനിക്കൽ പ്ലേസ്മെന്റ് വിത്തിൻ 20 വീക്സ് ആണ് ഇവർ പറയുന്നത്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ്, സ്പോർട്സ് ക്ലബ്സിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും ആസ് എ ഫിസിയോതെറാപ്പിസ്റ്റ്. ഏകദേശം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് 36 to 55K യൂറോസ് ആയിരിക്കും സാലറി വരുന്നത്. നെക്സ്റ്റ് യൂട്രെക്ട് യൂണിവേഴ്സിറ്റിയിലെ MSc നഴ്സിംഗ് സയൻസ്. ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ അസസ്മെന്റ്, ലീഡർഷിപ്പ് ഇൻ നഴ്സിംഗ്, ക്രോണിക് ഡിസീസ് റിസർച്ച് മെത്തേഡ്സ്, നഴ്സിംഗ് പോളിസി ആൻഡ് എത്തിക്സ് ഒക്കെയാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. 4 ഇയർ കോഴ്സ് ആണിത്. 9,600 യൂറോ പെർ ഇയർ ആണ് ഫീസ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് HAN യൂണിവേഴ്സിറ്റി. ഇതൊരു അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. ഇവിടുത്തെ BSc മെഡിക്കൽ ഇമേജിംഗ് ആൻഡ് റേഡിയേഷൻ തെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സ് ആണ്. 9,100 യൂറോ പെർ ഇയർ ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. കോഴ്സ് എന്ന് പറയുമ്പോൾ റേഡിയോളജിക്കൽ അനാറ്റമി, CT ആൻഡ് MRI ടെക്നിക്സ്, റേഡിയേഷൻ ഫിസിക്സ് പോലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഒരു ഏകദേശം ഈ ഒരു കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് റേഡിയോഗ്രാഫർ ഓർ റേഡിയേഷൻ തെറാപ്പിസ്റ്റ് ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. 38 to 58 യൂറോ വരെ ആയിരിക്കും ഇതിന്റെ സാലറി റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് സ്യൂഡ് യൂണിവേഴ്സിറ്റി. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് തന്നെയാണ്. BSc സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോഴ്സ്. അവിടെ 4 ഇയർ കോഴ്സ് ആണത്. 8,700 യൂറോ പെർ ഇയർ ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ലിംഗ്വിസ്റ്റിക്സ്, സ്വാളോയിങ് ഡിസോർഡർ, വോയിസ് പാത്തോളജി, ചൈൽഡ് ലാംഗ്വേജ് എന്നിങ്ങനെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ, സ്കൂൾസ്, റീഹാബിലൊക്കെ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. 36 to 54K യൂറോ ആയിരിക്കും ഇവിടുത്തെ സാലറി റേഞ്ച് ആസ് എ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇപ്പോ കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഹെൽത്ത് കെയർ, ലൈഫ് സയൻസ്, ബയോമെഡിക്കൽ പോലുള്ള പ്രോഗ്രാംസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഈ സ്ലൈഡിൽ പറയുന്നത്.
ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വാഹനിക്കൻ യൂണിവേഴ്സിറ്റിയിലെ MSc ഫുഡ് സേഫ്റ്റി കോഴ്സ്. ഇതൊരു 2 ഇയർ കോഴ്സ് ആണ്. 40,200 ആണ് ഇവിടുത്തെ ഫീസ് വരുന്നത്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഫുഡ് മൈക്രോബയോളജി, ടോക്സോളജി, റിസ്ക് അനാലിസിസ്, EU ഫുഡ് ലോ, ഫുഡ് ചെയിൻ ഇന്റഗ്രിറ്റി, അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളാണ്. ഇതിന്റെ കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് യൂണിലിവറിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം ഈ ഒരു കോഴ്സ് കഴിഞ്ഞവർക്ക് അവിടെ സാലറി റേഞ്ച് വരുന്നത് 45 to 65K ആണ്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ലൈഡൻ യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ MSc ഡ്രഗ് ഇന്നോവേഷൻ കോഴ്സ് ഒരു 2 ഇയർ കോഴ്സ് ആണ്. 16,800 ആണ് ഫീസ് വരുന്നത്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഡ്രഗ് ഡിസൈൻ, ഫാർമക്കോ കൈനറ്റിക്സ്, ക്ലിനിക്കൽ ഫാർമക്കോളജി, ബയോടെക്നോളജി, റെഗുലേറ്ററി അഫയേഴ്സ്, തീസിസ് റിസർച്ച് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആസ്ട്രാസെനേക്ക പോലുള്ള കമ്പനീസ് ഒക്കെ നിങ്ങൾക്ക് ഇത് ഈ ഒരു MSc ഡ്രഗ് ഇന്നോവേഷൻ കഴിഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 48 to 72K യൂറോസ് ആയിരിക്കും സാലറി വരുന്നത്. നെക്സ്റ്റ് വാഹനിക യൂണിവേഴ്സിറ്റിയിൽ MSc ബയോടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. അത് 2 ഇയർ കോഴ്സ് ആണ്. ഹെൽത്ത് കെയറിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മികച്ച കോഴ്സ് ആണ് ഈ MSc ബയോടെക്നോളജി. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഫെർമെന്റേഷൻ, മെറ്റാബോളിക് എഞ്ചിനീയറിംഗ്, പ്രോട്ടീൻ ടെക്നോളജി പോലുള്ള കാര്യങ്ങളാണ്. കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബയോ ബേസ്ഡ് ഇൻഡസ്ട്രീസിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ DSM ഇൻഡസ്ട്രിയിലൊക്കെ. ഇവിടെ ഏകദേശം സാലറി വരുന്നത് 45 to 68K ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാഡ്ബൗഡ് യൂണിവേഴ്സിറ്റി. ഇവിടെ MSc ന്യൂറോ സയൻസ് ഒരു 2 ഇയർ കോഴ്സ് ആണ്. കോഴ്സസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ്, ന്യൂറോ ഇമേജിംഗ്, കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ്, ക്ലിനിക്കൽ ന്യൂറോളജി പോലുള്ള കാര്യങ്ങളാണ്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു MSc ന്യൂറോ സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് ഹോസ്പിറ്റൽസ് പോലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 42 to 65K ആയിരിക്കും നിങ്ങൾക്ക് സാലറി റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബിസിനസ്, ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ആണ്. ഇതില് നമ്മളിപ്പോ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടിൽബർഗ് യൂണിവേഴ്സിറ്റി ആണ്. ഇവിടുത്തെ MSc അക്കൗണ്ടൻസി ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞ പ്രോഗ്രാം 1 ഇയർ കോഴ്സ് ആണ്. ഏകദേശം 50,000 ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഓഡിറ്റിംഗ്, ടാക്സ് ലോ, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോപ്പറേറ്റീവ് ഗവർണൻസ്, RA ട്രാക്ക് എന്നീ കാര്യങ്ങളാണ്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ബിഗ് 4 ഫേംസ്, ഡിലോലൈറ്റ്, KPMG പോലുള്ള കമ്പനീസിലൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 45 to 70K ആയിരിക്കും ഇത് സാലറി റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ മാട്രിക്ട് യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ MSc ഇന്റർനാഷണൽ ബിസിനസ്. ഇതൊരു 1 ഇയർ കോഴ്സ് ആണ്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രേഡ് ലോ, ക്രോസ് കൾച്ചർ മാനേജ്മെന്റ്, ഇന്നൊവേഷൻ സ്ട്രാറ്റജി, ഗ്ലോബൽ മാർക്കറ്റിംഗ്, അതുപോലെ കേസ് സ്റ്റഡീസ്, PBL എന്നീ കാര്യങ്ങളാണ്. കരിയേഴ്സിൽ ഇൻക്ലൂഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് BCG, മെക്കൻസി പോലുള്ള കമ്പനീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം 48 to 75K ആയിരിക്കും ഇവിടെ സാലറി റേഞ്ച് വരുന്നത്. RSM എറാസ്മസ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റർ ഇൻ മാനേജ്മെന്റ് MIM, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് MIM. ഇത് 1 ഇയർ കോഴ്സ് ആണ്. ഏകദേശം 20,400 ആണ് ഇതിന്റെ ഫീസ് വരുന്നത്. കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ബിസിനസ് അനലിറ്റിക്സ്, ഓപ്പറേഷൻ മാനേജ്മെന്റ്, ലീഡർഷിപ്പ്, എന്റർപ്രണർഷിപ്പ്, സസ്റ്റൈനബിൾ ബിസിനസ്, കൺസൾട്ടിങ് സ്കിൽസ് എന്നീ കാര്യങ്ങളാണ്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺസൾട്ടിങ്, ബാങ്കിങ്, FMCG പോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ സാലറി റേഞ്ച് വരുന്നതെന്ന് പറയുമ്പോൾ 45K to 68K ആണ് വരുന്നത്. നെക്സ്റ്റ് ഹൈഗ് യൂണിവേഴ്സിറ്റി. അതൊരു അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. ഇവിടുത്തെ BSc ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ കോഴ്സ് ഒരു 4 ഇയർ കോഴ്സ് ആണ്. കോഴ്സിൽ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ട് എക്സ്പോർട്ട്, യൂറോപ്യൻ ബിസിനസ് ലോ, സപ്ലൈ ചെയിൻ, ഇതിൽ ഇന്റേൺഷിപ്പ്, ഫൈനൽ പ്രൊജക്ട് എന്നീ കാര്യങ്ങളെല്ലാം ഉണ്ട്. കരിയേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡ് കമ്പനീസ്, NGOs, ഗവൺമെന്റ് പോലുള്ള മേഖലകളിൽ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഏകദേശം 32K to 50K ആയിരിക്കും ഇതിന്റെ സാലറി റേഞ്ച് വരുന്നത്.
ഈ സ്ലൈഡിൽ കാണുന്നത് 2025 അക്കാഡമിക് ഇയറിലെ ഫുൾ ട്യൂഷൻ ഫീസ് ആണ്. ഇത് നോൺ EU സ്റ്റുഡന്റ്, അതായത് നോൺ യൂറോപ്യൻ സ്റ്റുഡൻസിന്റെ ഫീസ് ആണ് ഈ കാണുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റീസ് നമുക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ആയ TU ഡെൽഫ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ആംസ്റ്റർഡം, വാഹനിംഗൻ യൂണിവേഴ്സിറ്റി, ലെയ്ഡൻ യൂണിവേഴ്സിറ്റി, യൂട്രെക്ട് യൂണിവേഴ്സിറ്റി, ക്രോണിംഗൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ബാച്ചിലേഴ്സിന്റെ ഫീസ് റേഞ്ച് വരുന്നത് അപ്രോക്സിമേറ്റ്ലി €10,000 to €40,000 ആണ് പ്രോഗ്രാമിന് വരുന്നത്. അതുപോലെ തന്നെ മാസ്റ്റർ പ്രോഗ്രാമിന് ഫീസ് വരുന്നതെന്ന് പറയുമ്പോൾ €14,000 to €17,000 പെർ ഇയർ ആണ് വരുന്നത്. എറാസ്മസ് യൂണിവേഴ്സിറ്റിയിലെ MBA പ്രോഗ്രാമിന് അവിടുത്തെ ഫീസ് വരുന്നത് 45,000. ഹാൻസെൻ, സാക്സിയോൺ, ഫോണ്ടി പോലുള്ള അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ഏകദേശ ഫീസ് റേഞ്ച് വരുന്നതെന്ന് പറയുമ്പോൾ €8,600 to €9,400 ആണ്. HAN അവാൻസ് റോട്ടർഡാം US പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ €8,800 to €9,400 ആണ് ഫീസ് വരുന്നത്. ഇനിയും നിങ്ങൾ ഈ കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിക്വയർഡ് ബാങ്ക് പ്രൂഫ് വേണം. ബാങ്ക് പ്രൂഫ് ആയിട്ട്, അതായത് ബ്ലോക്ക്ഡ് മണി ആയിട്ട് €11,000 to €40,400 നിങ്ങൾ ബാങ്കിൽ കാണിച്ചിരിക്കണം വിസ പ്രോസസ്സിന്റെ ടൈമിൽ. ഇനി നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത് ഏതെല്ലാം സ്കോളർഷിപ്പ്, ഗ്രാന്റ്, ഫണ്ടിങ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫണ്ടിങ് ആണ് ഹൈഗൻ പ്രോഗ്രാം. ഹൈഗൻ പ്രോഗ്രാം ഇത് എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അപ്ലൈ എല്ലാ ഫീൽഡിലുള്ള സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമാണ്. എക്സെപ്ഷണൽ സ്റ്റുഡൻസ്, അതായത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൽ എക്സെപ്ഷണൽ ആയിരിക്കണം. ഇതിന്റെ ഡെഡ് ലൈൻ February 1 ആയിരുന്നു. അപ്പൊ അത് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ studyinholland.nl എന്ന് പറഞ്ഞ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു പ്രോഗ്രാമിന്റെ, ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ട്യൂഷൻ ഫീസ്, അതുപോലെ ലിവിങ് അലവൻസ് എല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡച്ച് ലാംഗ്വേജ് കോഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കത് പഠിക്കേണ്ടി വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെതർലൻഡ് ഫെലോഷിപ്പ്, NFT. ഇത് ഫുള്ളി ഫണ്ടിങ് പ്ലസ് സ്റ്റൈഫൻഡ് ഇൻക്ലൂഡഡ് ആണ്. ഇത് കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഈ മിഡ് കരിയേഴ്സ്, അതായത് മിഡ് കരിയർ പ്രൊഫഷണൽസ് നോമിനേറ്റഡ് ബൈ ഗവൺമെന്റ് ഓർ അക്കാഡമിക് നോമിനീസിനാണ് ഈ ഒരു ഫെലോഷിപ്പ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എറാസ്മസ് സ്കോളർഷിപ്പ്. എറാസ്മസ് സ്കോളർഷിപ്പില് നമുക്ക് ഏകദേശം €700 to €900 പെർ മന്ത് നമുക്ക് കിട്ടും. ആ ഒരു സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ. നെക്സ്റ്റ് TU ഡെൽഫ്റ്റ് എക്സലൻസ് സ്കോളർഷിപ്പ്. ഇതെന്ന് പറയുമ്പോൾ 24,000 പെർ ഇയർ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. അപ്പൊ അത് മാസ്റ്റേഴ്സിനാണ് ആ സ്കോളർഷിപ്പ് ഉള്ളത്. ടോപ്പ് 10% അക്കാഡമിക് റെക്കോർഡ് ഉള്ളവർക്കാണ് ആ സ്കോളർഷിപ്പ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാട്രിക് ഹൈ പൊട്ടൻഷ്യൽ സ്കോളർഷിപ്പ്. ഇതെന്ന് പറയുന്നത് €5,000 to €50,000 ആയിരിക്കും ഇതിന് സ്കോളർഷിപ്പ് ആയിട്ട് കിട്ടുന്നത്. ഇതും ഹൈ അച്ചീവിംഗ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് April 1 ആണ് ഡെഡ് ലൈൻ വരുന്നത്. നെക്സ്റ്റ് വാഹനിംഗൻ എക്സലൻസ് പ്രോഗ്രാം. ഇത് €80,000 to €32,000 പെർ ഇയർ ആണ് ഈ ഒരു വാഹനിംഗൻ എക്സലൻസ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നത്. ഇത് ടോപ്പ് സ്റ്റുഡൻസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് മാത്രം കിട്ടുന്ന സ്കോളർഷിപ്പ് ആണത്. നെക്സ്റ്റ് നമ്മൾ ഈ സ്ലൈഡിൽ കാണുന്നത് പ്ലേസ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് സാലറി ഡേറ്റ ഓഫ് 2025. കഴിഞ്ഞ വർഷത്തെ പ്ലേസ്മെന്റ്, എംപ്ലോയ്മെന്റ്, സാലറി ഡേറ്റ ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. ആവറേജ് സ്റ്റാർട്ടിംഗ് സാലറി ഒരു MSc ഗ്രാജുവേറ്റിന് കിട്ടിയിരുന്നത് €42,000 ആണ്. ഇനി ആവറേജ് അപ്ലൈഡ് സയൻസ് ഗ്രാജുവേറ്റിന് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് €35,000 ആയിരുന്നു.
ഇനിയും സ്റ്റാർട്ടിംഗ് സാലറി ബൈ ഫീൽഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാലറി റേഞ്ച് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് AI സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നതെന്ന് പറയുമ്പോൾ 45,000 യൂറോയാണ് സ്റ്റാർട്ടിംഗ് ടു 75,000 യൂറോയാണ്. ഡാറ്റാ സയൻസ് ഉണ്ട്. ഡാറ്റാ സയൻസിനും 42,000 യൂറോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാലറി റേഞ്ച്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ബിസിനസിന്റെ ഒക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ലൈഡ് സയൻസ് ഗ്രാജുവേറ്റിന് പോലും 30,000 യൂറോ ടു 48,000 യൂറോയാണ് അവർക്ക് സാലറി റേഞ്ച് വരുന്നത്. ടോപ്പ് ഹയറിംഗ് കമ്പനീസ് ഇനി ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ASML, Booking.com, ഫിലിപ്സ്, ING ബാങ്ക് പോലുള്ള കമ്പനീസ് ഒക്കെ കേരള ഗ്രാജുവേറ്റ്സിനെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രാജുവേറ്റ്സിനെ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഈ ഹയർ ചെയ്തവർക്കൊക്കെ ഏകദേശം ഇപ്പൊ ഒരു ASML ഹയർ ചെയ്യുന്ന സിസ്റ്റം എഞ്ചിനീയർ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഒരു ഡേറ്റ പ്രകാരം അവർക്ക് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് 60,000 യൂറോ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് സാലറി വന്നിരിക്കുന്നത്. ഈ സ്ലൈഡില് ആപ്ലിക്കേഷൻ ടൈം ലൈനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്റ്റംബർ ഇൻടേക്കിന് കൊടുക്കാൻ കഴിയും എന്നുള്ള രീതിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി ഇപ്പം ഈ ഒരു ടൈമില് ഗ്രാജുവേറ്റ്സ് പ്രോഗ്രാം, അതായത് അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സുകളുടെ എല്ലാം ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും അതായത് ബാച്ചിലർ കോഴ്സിന്റെ ഇനി മാസ്റ്റേഴ്സിന്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഓൾറെഡി ഒരു നിങ്ങൾ പ്രോഗ്രാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ മാസ്റ്റേഴ്സിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതായത് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്നൊക്കെ പറയുന്നത് masters.portal.eu, studyfinder.nl നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും റിസർച്ച് ചെയ്യാനൊക്കെ കോഴ്സിനെ കുറിച്ചൊക്കെ നോക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പൊ ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഈ നെക്സ്റ്റ് ഇയർ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ സൈറ്റിൽ നിങ്ങൾ കയറി നിങ്ങളുടെ കോഴ്സസ് ഒക്കെ ഏതൊക്കെയാണുള്ളത്, ഏതൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എന്നൊക്കെ നോക്കി വെക്കുക. അതിന് എന്തെല്ലാം റിക്വയർമെന്റ്സ് ആണ് ആ ഒരു യൂണിവേഴ്സിറ്റി പറയുന്നതെന്ന് നോക്കി വെക്കുക. ഇനിയും ഓൾറെഡി അപ്ലൈ ചെയ്തവരുടെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. മാസ്റ്റേഴ്സിന്റെ അപ്ലൈ ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്തവർക്ക് ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് SOP വെക്കണം, CB വെക്കണം, LOR വെക്കണം, ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ വെക്കണം. അപ്പൊ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഫെബ്രുവരി ടു ഏപ്രിൽ ക്ലോസ്ഡ് ആകും. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാനുള്ളവര് വേഗം ഇപ്പൊ IELTS, TOEFL പോലെ എക്സാം എഴുതിയവരാണെങ്കിൽ മാസ്റ്റേഴ്സിന് വേഗം അപ്ലൈ ചെയ്യുക. ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിക്കും അവർ മിനിമം സ്കോർ പറയുന്നുണ്ടായിരിക്കും. മിനിമം 6.5 ആണ് IELTS വേണ്ടത്, ടോഫലിന് 90 ആണ് വേണ്ടത്. ഈ മാസ്റ്റേഴ്സിന്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തവർക്ക് പിന്നെ ഒരു 2 to 3 months കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ വരും. അത് ഇപ്പൊ ഡെപ്പോസിറ്റ് പേ ചെയ്യേണ്ടത് 100 to 500 യൂറോസ് ആയിരിക്കും. ഇപ്പൊ ഓഫർ ലെറ്റർ വരുന്ന അതേ സമയത്ത് തന്നെ ഈ ഹോളണ്ട് സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു 3 to 4 months കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ ഓഫർ കിട്ടും. ആ ടൈം കഴിയുമ്പോഴത്തേക്കും IND വിസ പ്രോസസ്സിന്റെ ടൈം ആയിരിക്കും. അതായത് യൂണിവേഴ്സിറ്റി INDയിൽ അപ്ലൈ ചെയ്യും. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് VFS ഗ്ലോബലിൽ നിങ്ങൾ സ്ലോട്ട് ബുക്ക് ചെയ്യുക. ആ ഒരു ടൈമിൽ തന്നെ സ്ലോട്ട് ബുക്ക് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനി വിസ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 6 months കഴിയുമ്പോഴത്തേക്ക് വിസ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹൗസിങ്ങും ഇൻഷുറൻസും പോലുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇപ്പൊ MVV കിട്ടാനായിട്ട് 4 to 8 weeks എടുക്കും. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഹൗസിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഒരു 6 months ഏർലി നിങ്ങൾ ചെയ്യുക. അപ്പൊ അത് ചെയ്യാൻ നിങ്ങൾ ഈ വിസ കിട്ടുന്ന ആ ഒരു ടൈം ആവുമ്പോ തന്നെ ചെയ്യണം. കാരണം ഈ ഹൗസിംഗ് ഒക്കെ പല രീതിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഷെയർഡ് റൂമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്താലേ അത് റെഡി ആകത്തുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ ഇപ്പൊ വിസ എല്ലാം കിട്ടി അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഒരു ഓറിയന്റേഷൻ കാണും. ഓറിയന്റേഷൻ ക്ലാസ് പോലൊക്കെ കാണുമായിരിക്കും. അപ്പൊ അതിനു മുമ്പ് 1 week ബിഫോർ നിങ്ങൾ ചെല്ലുക. ചെന്ന ഉടനെ തന്നെ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഓഫീസുകൾ കാണും. അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് BSN, DGD, ബാങ്ക് ആൻഡ് ബൈസൈക്കിൾ പോലുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മേടിക്കുക. ഈ BSN എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ആധാർ കാർഡ് പോലത്തെ അവിടുത്തെ ID നമ്പർ ആണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെല്ലാം മേടിക്കുക.
ഈ വർഷമാണ് പോകേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ ഇപ്പൊ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വേഗം തന്നെ ചെയ്യുക. ഇപ്പൊ പല യൂണിവേഴ്സിറ്റീസിന്റെ ക്ലോസ്ഡ് ആകുന്നുണ്ടായിരിക്കും ആപ്ലിക്കേഷൻസ് ഒക്കെ. അപ്പോൾ വേഗം ഏതൊക്കെയാണോ അവൈലബിൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ പൊതുവേ നിങ്ങളിപ്പോ ഒരു അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ നോക്കുന്നത് എന്നിട്ട് അത് പല യൂണിവേഴ്സിറ്റീസിൽ കാണും. നിങ്ങൾ ഫീസും ബാക്കിയുള്ള കാര്യങ്ങളും ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ സിറ്റി ഒക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ ഷോർട്ട് ലിസ്റ്റ് ഒരു 3 to 5 പ്രോഗ്രാംസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഒരു ഇപ്പോ ആ ഡെഡ് ലൈൻ നോക്കി നിങ്ങൾ വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കേണ്ടത്, ഇപ്പൊ IELTS, TOEFL, PT പോലുള്ള എക്സാംസ് ഉണ്ട്. അപ്പൊ ഏതാണോ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസിൽ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ വേഗം ചെയ്യുക. കാരണം നിങ്ങളിപ്പോ ഇപ്പൊ നിങ്ങൾ ആദ്യം IELTS എഴുതി ഒരു 6.5 നിങ്ങൾക്ക് സ്കോർ കിട്ടിയില്ലേല് വീണ്ടും എഴുതേണ്ട വരും. അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ IELTS കൊടുക്കാനായിട്ട്. അത് ലാംഗ്വേജ് ടെസ്റ്റ് എഴുതിയ ഉടനെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുക എന്നുള്ള. ഇപ്പൊ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലാണോ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ക്രിപ്റ്റ് വേണം, SOP വേണം, അതുപോലെ CV വേണം, ഒരു 2 to 3 LOR വേണം, പാസ്പോർട്ട്, ഇംഗ്ലീഷ് സ്കോർ, അതായത് നിങ്ങൾ IELTS ആണോ ഏതാണോ എക്സാം എഴുതുന്നത് അതിന്റെ സ്കോർ വേണം. അതുപോലെ സർട്ടിഫൈഡ് ട്രാൻസ്ലേഷൻസ് അത് ചോദിക്കുന്നുണ്ടെങ്കിൽ അതും വേണം. എന്നിട്ട് പിന്നെ വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓഫർ ലെറ്റർ റിസീവ് ചെയ്യുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. അതായത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളെ അഡ്മിറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ഫൈനൽ കൺഫേം ചെയ്തിട്ടുള്ള ഇപ്പൊ VFS ഓഫീസിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് MVV വിസ ആപ്ലിക്കേഷൻ. ഈ വിസ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും നടക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ ആപ്ലിക്കേഷൻ INDക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് VFS ഗ്ലോബലില് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതായത് അപ്ലൈ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുക. ആ അപ്പോയിന്റ്മെന്റ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് VFS ഓഫീസിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് പിന്നെ ബാക്കി എല്ലാ പ്രൊസീജിയറും കറക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങൾ റെഡി ആകത്തുള്ളൂ. ഈ VFS ഓഫീസിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ 4 to 8 വീക്സ് എടുക്കും. ഏകദേശം ഫീസ് €192 ആയിരിക്കും ഒരു അപ്രോക്സിമേറ്റ്ലി ആ ഒരു ഓഫീസിലെ ഫീസ് വരുന്നത്. ഈ ഓൾറെഡി ആപ്ലിക്കേഷൻ കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളിപ്പോ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞവര് ഒരു എന്താണ് ഇപ്പൊ ഫെബ്രുവരി ടു മാർച്ച് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ SOP, CV, LOR പോലുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഏപ്രിൽ, മെയ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ഈ കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് പോലുള്ള കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു മെയ് ടു ജൂൺ ആയി കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടും. അതായത് IND പ്രോസസ്സ് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫൈനൽ ഓഫർ ലെറ്റർ കിട്ടും. അതായത് യൂണിവേഴ്സിറ്റി ആയിരിക്കും ഇപ്പൊ പറഞ്ഞ പോലെ INDയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. നിങ്ങളിപ്പോ VFS അപ്പോയിന്റ്മെന്റ് ഇമീഡിയറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് INDയിൽ കൺഫേം ചെയ്യും. ഇനിയും എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അക്കാഡമിക് ഡോക്യുമെന്റ്സ് വേണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് വേണം. ഐഡന്റിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വേണം. അപ്പൊ അക്കാഡമിക് ഡോക്യുമെന്റ്സിൽ വേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇപ്പം ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യുന്നത്, മാസ്റ്റേഴ്സിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10th, 12th ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ഒഫീഷ്യൽ ട്രാൻസ്ക്രിപ്റ്റ് വേണം. WES ഇവാലുവേഷൻ റിപ്പോർട്ട് വേണം. നീഡഡ് ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ അത് പറയുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് പേപ്പറും പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അതിന്റെ ഇത് കൊടുക്കണം. പിന്നെ പോർട്ട്ഫോളിയോ, ഇപ്പൊ ഡിസൈൻ ആൻഡ് ആർട്ട് സ്റ്റുഡൻസിനാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന കേസ് വരുന്നത്. അതുപോലെ തന്നെ IELTS അല്ലെങ്കിൽ TOEFL എക്സാമിന്റെ സ്കോർ റിപ്പോർട്ട് വേണം. ഇനി MBA പോലുള്ള കോഴ്സ് ആണ് GRE ഓർ GMATന്റെ സ്കോർ വേണം. ആപ്ലിക്കേഷൻ ഡോക്യുമെന്റ്സ് വേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. ഒരു നിങ്ങളൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്
ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ CV അല്ലെ റെസ്യൂമെ വേണം, ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം, ഒരു 2 to 3 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണം, അക്കാഡമിക് റൈറ്റിംഗ് സാമ്പിൾസ് വേണം, കാരണം ചില യൂണിവേഴ്സിറ്റീസ് ചോദിക്കാറുണ്ട്, അപ്പൊ അത് കൊടുക്കണം. മോട്ടിവേഷൻ ലെറ്റർ അതും ചില പ്രോഗ്രാംസിനാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി ആണോ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ റിക്വയർമെന്റ്സ് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കുക. റിസർച്ച് പ്രപ്പോസൽ, ഇപ്പൊ PhDക്ക് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പ്രപ്പോസൽ വേണം. പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ വേണം, സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ എസ്സേസ് വേണം. ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ റെഫറൻസ് കോൺടാക്ട് ഇൻഫർമേഷനും കൊടുത്തിരിക്കുക. ഐഡന്റിറ്റി ആൻഡ് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, 10th സർട്ടിഫിക്കറ്റ്, ഇപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ 10th സർട്ടിഫിക്കറ്റ് വേണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ലാസ്റ്റ് 3 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, ഇൻകം ടാക്സ് റിട്ടേൺ വേണം, സ്പോൺസറിന്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ അഫിഡവിറ്റ് വേണം, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൂഫ് വേണം, നോട്ടറി അറ്റസ്റ്റേഷൻ പ്ലസ് MEA അപ്പോസ്റ്റിൽ വേണം. വിസയുടെ മാത്രം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം യൂണിവേഴ്സിറ്റി നമ്മളെ സ്പോൺസർ ചെയ്യണം. അതായത് നമ്മൾ അഡ്മിഷൻ നമ്മുടെ കൺഫേം ആയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റീസ്, അതായത് നെതർലാൻഡിലെ യൂണിവേഴ്സിറ്റീസ് IND ആപ്ലിക്കേഷൻ കൊടുക്കും. അത് കഴിഞ്ഞ് അപ്പൊ അത് നമുക്ക് ഡയറക്റ്റ് INDയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, അത് യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന കാര്യമാണ്. അതിനൊരു 2 to 3 weeks എടുക്കും. ഇത് കഴിഞ്ഞ ഉടനെ MBV എൻട്രി വിസ കിട്ടുക എന്നുള്ളതാണ്. MBV എന്ന നെതർലൻഡിലേക്ക് പോകാനുള്ള എൻട്രി വിസയാണ്. VFS ഗ്ലോബലിൽ ആദ്യം അപ്ലൈ ചെയ്യണം. ഈ VFS ഗ്ലോബലിന്റെ ഓഫീസ് ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ഡൽഹിയിലൊക്കെ ഉണ്ട്. ഇതിന്റെ ഫീസ് വരുന്നത് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു €192 ആണ്. €192 എന്ന് പറയുമ്പോൾ ഒരു 20,000 മേളിൽ വരും അതിന്റെ ഒരു ഫീസ്, ഇന്ത്യൻ റുപ്പിയിൽ ഫീസ് വരിക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കറന്റ് എത്ര ആണോ റേറ്റ് വരുന്നത് അത് നിങ്ങൾ നോക്കുക. ഇനിയും ഈ MBVക്ക് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ ലെറ്റർ വേണം, പാസ്പോർട്ട് വേണം, ഫോട്ടോ, ഫിനാൻഷ്യൽ പ്രൂഫ് വേണം. ഫിനാൻഷ്യൽ പ്രൂഫ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എന്താണ് €10,800 to €40,400, അതായത് 11 ലക്ഷം തൊട്ട് 15.5 ലക്ഷം രൂപ വരെ എന്താണ് നിങ്ങൾക്ക് അക്കൗണ്ടിൽ കാണിക്കണം. 11.6 ലക്ഷം രൂപ തൊട്ട് 15.5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഇത് ഇന്ത്യൻ റുപ്പിയിൽ നമ്മൾ പറയുമ്പോൾ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കൺഫർമേഷൻ വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ്, MBVയുടെ ഫോം എല്ലാം കൊണ്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് MBV സ്റ്റിക്കർ കളക്ട് ചെയ്യാം. ഇതെന്ന് പറയുന്നത് ഒരു 90 days ഇത് വാലിഡ് ആയിരിക്കും. ആ ടൈമിൽ വേണം നിങ്ങൾ നെതർലൻഡിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ നെതർലൻഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എത്തിക്കഴിഞ്ഞ ഉടനെ BRP അല്ലെ BSN എടുക്കുക. ഈ BRP BSN എന്നൊക്കെ, BSN എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ആധാർ നമ്പർ പോലൊരു നമ്പറാണ് നെതർലാൻഡിലെ, അത് എടുക്കുക. അത് വിത്തിൻ 5 days ഓഫ് അറൈവൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തിട്ട് ഈ നമ്പർ എടുക്കാനായിട്ട് പറ്റും. കാരണം ഇത് എന്ന് പറഞ്ഞ ഈ നമ്പർ എന്ന് പറയുന്നത് ഒരു ഡച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണ്. അവിടെ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ നമ്പർ ഇല്ലാതെ പറ്റത്തില്ല. ഇത് കഴിഞ്ഞ ഉടനെ കളക്ട് റെസിഡൻസ് പെർമിറ്റ് VVR കളക്ട് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങളെ യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ചെയ്യും VVR കളക്ട് ചെയ്യാനായിട്ട്. കളക്ട് ചെയ്യുന്നത് ബാക്കി പ്രൊസീജിയറും ഒക്കെ ആയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ നിന്നുള്ളവര് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ഹൗസിംഗ് ആൻഡ് അക്കോമഡേഷന്റെ കാര്യങ്ങളാണ്. 4 ടൈപ്പ് ഓഫ് ഹൗസിംഗ് നെതർലാൻഡിൽ അവൈലബിൾ ആണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹൗസിംഗ്, സ്റ്റുഡന്റ് ഹൗസ് ഷെയറിംഗ്, പ്രൈവറ്റ് സ്റ്റുഡിയോ, ഷോർട്ട് ടേം ബ്രിഡ്ജ്. ഇതില് യൂണിവേഴ്സിറ്റി ഓഫ് ഹൗസിംഗ് ആണ് ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള ഓപ്ഷന്. €350 to €650 പെർ മന്ത് ആണ് ഇവിടെ ഫീസ് വരുന്നത്. അതായത് ഇന്ത്യൻ മണിയിൽ പറയുവാണെങ്കിൽ 37,000 to 70,000 ആയിരിക്കും വരുന്നത്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും ചീപ്പർ ഓപ്ഷൻ ആണ്. ഓൺ ക്യാമ്പസ് തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്രാവൽ എക്സ്പെൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരത്തില്ല. ഇവിടെ ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട വരത്തില്ല. പിന്നെ റെഡി വൈഫൈ ആണ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു കോൺ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലിമിറ്റഡ് ആണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഹൗസിംഗിലെ
നമുക്ക് കിട്ടാനുള്ള ചാൻസും ലിമിറ്റഡ് ആണ്, സ്പേസും ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്ന് അഡ്മിഷൻ ലെറ്റർ കിട്ടുന്നോ അന്ന് തന്നെ നിങ്ങളിത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ. കാരണം നിങ്ങൾ ഒരു ദിവസം വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആകട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു 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 നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്പോട്ട് ചിലപ്പോൾ പോയി എന്ന് വരും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഹൗസ് ഷെയറിംഗ് ആണ്. അതായത് ഒരു വീട് നോക്കുക, എല്ലാവരും ഷെയർ ചെയ്യുക. ഇത് 450 € to 750 € പെർ മന്ത് ആണ് വരുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ കുറച്ച് മലയാള സിനിമയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഷ്യലും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലതുമായിരിക്കും. അതുപോലെ മണി സ്പ്ലിറ്റ് ചെയ്യാം, ബിൽസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹൗസിൽ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ബിൽസും നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഗ്രോസറീസ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ റൂംമേറ്റ് ഡച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഡച്ച് കൾച്ചറും മനസ്സിലാകും. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ റൂംമേറ്റ്സ് റെഡി ആയില്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ ഫുൾ പ്രൈവസി ആണ്, ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങൾക്ക് ഇപ്പം സ്റ്റഡിയിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പൊ ആംസ്റ്റർഡാം ഒക്കെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്രൈവറ്റ് സ്റ്റുഡിയോ എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഹൈ ഡെപ്പോസിറ്റ് നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്റ്റുഡിയോ കിട്ടത്തുള്ളൂ. 800 € to 1400 € പെർ മന്ത് ആണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ എയർബിഎൻബി ഓർ സ്റ്റുഡന്റ് ഹോസ്റ്റൽ പോലുള്ള കാര്യങ്ങൾ നോക്കുക എന്നുള്ള കാര്യമാണ്. ഇവിടെ ഇതെന്ന് പറയുമ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഈ ഷോർട്ട് ടേം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ പെർ നൈറ്റ് 60 to 120 € ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് ചാർജ് വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു 2+ വീക്ക് നിങ്ങൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അവിടെ. അതുപോലെ നിങ്ങൾക്ക് BSN കിട്ടാൻ പാടായിരിക്കും. നമ്മൾ പറഞ്ഞ BSN എന്ന് പറഞ്ഞൊരു ഒരു നമ്പർ വേണം, അത് കിട്ടാൻ ഒരു സെക്യൂരിറ്റി നമ്പർ വേണം, അത് കിട്ടാൻ പാടായിരിക്കും. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ സ്ട്രെസ് കിട്ടാത്ത കാരണം ഇതൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഷോർട്ട് ടേം ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത് കേരളത്തിൽ നിന്ന് നെതർലൻഡിന് എബ്രോഡ് സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എയർലൈൻസ്, റൂട്ട്സ്, ബാഗേജ് ആൻഡ് പാക്കിംഗ് ലിസ്റ്റ് എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നോക്കുന്നത്. എയർലൈൻസ് നോക്കുവാണെങ്കിൽ എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഖത്തർ എയർവേസ്, KLM, ഇൻഡിഗോ പ്ലസ് KLM, ലോഫ്റ്റാന, ഇത് ഇത്രയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എയർ ഇന്ത്യ ആണ് സ്റ്റുഡൻസിന് ഇപ്പൊ കേരളത്തിലെ സ്റ്റുഡൻസിന് ബെസ്റ്റ് വാല്യൂ അല്ലെ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. എയർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് പ്രൈസ് ഏകദേശം 45K to 65K ആയിരിക്കും വരുന്നത്. ഒരു 12 to 15 hours ട്രാവൽ ആണ്. എമിറേറ്റ്സ് നോക്കുകയാണെങ്കിൽ എമിറേറ്റ്സ് കണക്ട് ചെയ്യുന്നത് വിയ ദുബായ് ആണ്. എമിറേറ്റ്സിന്റെ റേറ്റ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് 50 to 75K ആണ് വരുന്നത്. 12 to 14 hours എടുക്കും. ഖത്തർ എയർവേസ് നോക്കുകയാണെങ്കിൽ ദോഹ വഴിയാണ് ഖത്തർ എയർവേസ് കണക്ട് ചെയ്യുന്നത്. 50 to 75K ആയിരിക്കും ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ഇനിയും KLM ആണെങ്കിൽ ഡയറക്റ്റ് യൂറോപ്യൻ എയർലൈൻ ഓപ്ഷൻ ആണ്. ഇൻഡിഗോ വിത്ത് KLM എന്ന് പറയുമ്പോൾ ഒരു ബഡ്ജറ്റ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് എന്തൊക്കെ എസെൻഷ്യൽ ഐറ്റംസ് നിങ്ങൾ പോകുമ്പോൾ കൺസിഡർ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫുഡ് എസെൻഷ്യൽ ആണ്. അതായത് ഒരു 6 month സപ്ലൈ ആ ഒരു രീതിയിൽ വേണം നമ്മൾ സ്പൈസസ്, പിക്കിൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആവശ്യമായിട്ട് വേണ്ട കുറച്ച് ഫുഡ് എസെൻഷ്യൽ നമ്മൾ കരുതണം. കിച്ചൺ ഐറ്റംസ് അതായത് പ്രഷർ കുക്കർ, എന്തെങ്കിലും കുറച്ച് വെസൽസ്, ഗ്രൈൻഡിങ് സ്റ്റോൺ പോലുള്ള കിച്ചൺ ഐറ്റംസ് കൺസിഡർ ചെയ്യുക കൊണ്ടുപോകുമ്പോൾ. അതുപോലെ വാം ക്ലോത്തിങ്, ഇപ്പൊ നെതർലൻഡ് ഒക്കെ ഒരു കോൾഡർ കൺട്രി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഈ വൂളൻസ്, തെർമൽസ് എന്നീ കാര്യങ്ങളൊക്കെ മിനിമം കരുതുക. ഹെവി ജാക്കറ്റ് ഒക്കെ അവിടെ ചെന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ത്യയിലെക്കാട്ടിലും ബെറ്റർ ഓപ്ഷൻ അവിടുന്ന് വാങ്ങുന്നതായിരിക്കും അവിടുത്തെ ഒരു ടെമ്പറേച്ചറിനെ സർവൈവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡോക്യുമെന്റ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾ ഒരു ഫൈൻ നോട്ടറൈസ്ഡ് സെറ്റ് എടുക്കുക. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും എടുക്കുക ഇൻ എ വാട്ടർ പ്രൂഫ് ബാഗ്. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സേഫ് ആയിട്ട് വെക്കുക.
അതുപോലെ തന്നെ ഇതേ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലും സ്കാൻ ചെയ്ത് ഡോക്യുമെന്റ്സ് സേഫ് ആയിട്ട് സൂക്ഷിക്കുക. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് പേഴ്സണൽ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മെഡിസിൻസ് അതിന്റെ വിത്ത് പ്രിസ്ക്രിപ്ഷൻ 3 മന്ത് പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾ കയ്യിൽ കരുതുക. ഇലക്ട്രോണിക് ഐറ്റംസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ചാർജർ അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ടുള്ള Type-C or F EU അഡാപ്റ്റേഴ്സ് ഒക്കെ വാങ്ങുക. പവർ ബാങ്ക് അതുപോലെ ലാപ്ടോപ്സ് ഒക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതുപോലെ കുറച്ച് ഒരു 500 to 1000 euro ക്യാഷ് കയ്യിൽ കൺസിഡർ ചെയ്യുക. ഒരു ഇന്ത്യൻ ക്രെഡിറ്റ് കാർഡ് വിത്ത് ഫോറക്സ് ഒക്കെ നിങ്ങൾ കയ്യിൽ കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എയർപോർട്ടിൽ അറൈവ് ചെയ്താൽ ഉടനെ അവിടുത്തെ ഒരു സിം ഉറപ്പായിട്ടും വാങ്ങേണ്ടതാണ്. ഇനി നമ്മൾ ഒരു ഫ്ലൈറ്റ് ബുക്കിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു സെപ്റ്റംബർ ഇൻടേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മിനിമം ഒരു ജൂലൈയിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാരണം ജൂലൈയിൽ ഒരു ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. സെപ്റ്റംബർ ഫ്ലൈറ്റ്സ് ഏകദേശം 40 to 55 rupees ആയിരിക്കും ജൂണിനുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു ടിക്കറ്റ് പ്രൈസിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഗൂഗിൾ ഫ്ലൈറ്റ് പ്രൈസ് ട്രാക്കർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് റേറ്റ് ഒക്കെ ട്രാക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ട് ഇരിക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ KLM KLM ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ എക്സസ് ബാഗേജ് വെച്ച് നിങ്ങൾക്ക് 23 കിലോ എക്സ്ട്രാ നിങ്ങൾക്ക് പ്രീ ബുക്ക്ഡ് ആയിട്ട് 85 euro കൊടുത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ സെപ്റ്റംബർ 1 to 5 എന്ന് പറയുമ്പോൾ ആ ഒരു ടൈം ട്രാവൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അതൊരു പീക്ക് ടൈം ആയ കാരണം ടിക്കറ്റ് പ്രൈസ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പോ ഈ നെതർലൻഡ് പോകുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ഒരു പ്രശ്നം പറ്റുന്നത് ഇപ്പൊ ഗ്രോസറി ഐറ്റംസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എവിടുന്ന് വാങ്ങും എന്നുള്ളൊരു ഡൗട്ട് ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മെയിൻ സിറ്റീസിലും ഏകദേശം ഇന്ത്യൻ ഗ്രോസറീസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽസ് അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള സിറ്റീസിലുണ്ട്. അതുപോലെ ഇപ്പം നെതർലാൻഡിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം അവിടുത്തെ കേരള സ്റ്റുഡന്റ് അസോസിയേഷനിലൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സോഷ്യൽ ഗ്രൂപ്പുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ മലയാളീസ് ഉള്ള കാരണം നമ്മുടെ കേരള ഫെസ്റ്റിവൽസ് ഒക്കെ അവര് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ടെമ്പിൾസ് ഇപ്പൊ ആംസ്റ്റർഡാം റോട്ടർഡാമിലൊക്കെ ഹിന്ദു ടെമ്പിൾസും ഉണ്ട്. അതുപോലെ കത്തോലിക് ചർച്ച് ആംസ്റ്റർഡാമിലും ഐൻഡോവനിലൊക്കെ ഉണ്ട്. മോസ്ക് എല്ലാ മേജർ സിറ്റീസിലും കാണപ്പെടുന്നു. ഇനി നെതർലൻഡിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ലോസ് അവിടുത്തെ റൂൾസ് ക്രിട്ടിക്കൽ സർവൈവൽ ടിപ്സ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒരു സർവൈവൽ ടിപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ആണ്. നിങ്ങൾ ചെന്ന ഉടനെ ING ABN AMRO പോലുള്ള അക്കൗണ്ടുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ബങ്ക് ആണ്. അത് ഡേ 1 നിങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ BSN എന്ന് പറഞ്ഞ നമ്പർ വേണം ഈ ING അല്ലെ ABN അക്കൗണ്ട് തുടങ്ങാനായിട്ട്. പക്ഷെ ബങ്ക് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. കാരണം ബങ്ക് എന്ന് പറഞ്ഞ അക്കൗണ്ട് തുടങ്ങാനായിട്ട് ബങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് BSN നമ്പർ ഇനിഷ്യലി വേണ്ട. വിത്തൗട്ട് ബാങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. കാരണം സാലറി ക്രെഡിറ്റ് ചെയ്യാൻ വേറെ ഓപ്ഷൻ കാണത്തില്ല, റെന്റ് കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പാടായിരിക്കും. അതുകൊണ്ടാണ് ആദ്യമേ ബാങ്ക് അക്കൗണ്ട് ഒരു പ്രയോറിറ്റി ആയിട്ട് കരുതണമെന്ന് സജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞു BSN നമ്പർ എന്തായാലും വേണം. കാരണം അത് നിങ്ങളുടെ ഡച്ച് ഐഡന്റിറ്റി ആണ് BSN എന്ന് പറയുന്നത്. ഇത് എല്ലാ കാര്യത്തിനും ഇപ്പൊ ബാങ്ക്, ജോബ്, ഇപ്പൊ ഡോക്ടറിനെ കാണെങ്കിൽ ടാക്സ്, ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ BSN നമ്പർ വേണം. നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഒരു 5 ഡേയ്സ് നിങ്ങൾ ചെന്ന ഒരു 5 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി അവിടുത്തെ ലോസ് പറയുവാണെങ്കിൽ അവിടുത്തെ സൈക്ലിംഗ് ലോ ഒക്കെ വളരെ വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫൈൻ ഉണ്ട്. ഇപ്പൊ സൈക്കിൾ റൈറ്റ് സൈഡിൽ കൂടെ ആയിരിക്കണം പോകേണ്ടത്. നിങ്ങളിപ്പോ സൈക്ലിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് ആയിരിക്കണം. ബൈക്ക് ലെയിൻസ് റൈറ്റ് സൈഡ് ആണ്, അത് വേണം ചൂസ് ചെയ്യാനായിട്ട്. റെഡ് ലൈറ്റ് വയലേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ 150 euro ഫൈൻ ഒക്കെ ഉണ്ട്. അതുപോലെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി ഇതുപോലെ ഇപ്പൊ പുറത്ത് എബ്രോഡ് സ്റ്റഡീസ് പോകുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് വിന്റർ ടൈമിൽ വരുന്ന ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ. അത് നമുക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ നവംബർ ടു ഫെബ്രുവരി എന്ന് പറയുന്നത് ഒരു വിന്റർ വിന്റർ ടൈം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 7 hours ആണ് അവിടെ ഡെയിലി ഡെയിലി ലൈറ്റ് 7 hours കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു 7 hours എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ടൈമിനെക്കാട്ടിലും അത്രയും ഡിഫറൻസ് വരുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ടൈം സർവൈവ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി SID ലാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ലാമ്പ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഏകദേശം €30 to €50 ആയിരിക്കും അതിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഹെൽത്തി ഒരു മൈൻഡിൽ ഇരിക്കാനായിട്ട് സ്പോർട്സ് ക്ലബ്ബ് അങ്ങനെയുള്ള സോഷ്യൽ സോഷ്യൽ ഗ്രൂപ്പ്സിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഇത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നവംബർ ടു ഫെബ്രുവരി നിങ്ങൾ ഒരു വിന്റർ ടൈം സർവൈവ് ചെയ്യുക എന്നുള്ളത്. ഇത് എന്താണ് വളരെ വലിയൊരു പ്രശ്നമല്ല, പക്ഷെ നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നോർമൽ ഡേ ആയിട്ട് അതിനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡച്ചില് ഇത് നെതർലൻഡില് പല മെന്റൽ ഹെൽത്ത് സർവീസസും അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന് ഇത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. AON സ്റ്റുഡന്റ് ഹെൽത്ത് പ്ലാൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി €130 പെർ മന്ത് ആണ്. ഇത് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ് ഡിജിഡി എന്ന് പറയുന്നത് ഡച്ച് ഗവൺമെന്റ് ഡിജിറ്റൽ ID ആണ്. അത് നിങ്ങൾ എത്തുന്ന ഉടനെ തന്നെ DGD.NL എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുക. ഇനി അതുപോലെ അവിടുത്തെ ഡ്രഗ്സ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് അവിടെ വലിയൊരു ക്രൈം ഇല്ലീഗൽ ആണ്. പക്ഷെ ഇപ്പം ഈ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആണ്. ഇപ്പൊ നമ്മളിവിടെ പുറത്തെയും നമ്മുടെ നാട്ടിലെയും നല്ല രീതിക്കുള്ള കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ പീർ പ്രഷർ വരിക എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആനുവൽ ടാക്സ് റീഫണ്ട് സ്റ്റുഡൻസിന് കിട്ടും. നിങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു €700 ഒക്കെ റീഫണ്ട് ആയിട്ട് കിട്ടാറുണ്ട്. ഇനി കുറച്ച് ഹിഡൻ ഫാക്ട്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് ആദ്യമേ ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണമെന്നുള്ളതാണ്. അപ്പൊ ബാങ്ക് എടുക്കാനായിരിക്കും സ്റ്റുഡൻസിന് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബാങ്ക് എടുക്കുക എന്നുള്ളതാണ്. കാരണം INGക്കും ABN AMROയ്ക്കും ഡച്ച് ഫോൺ റിക്വയർഡ് ആണ്. അതുപോലെ ബാങ്ക് നമുക്ക് 100% ഓൺലൈൻ ആയിട്ട് പാസ്പോർട്ട് വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു അക്കൗണ്ട് ആണ്. അതിന് നമ്മൾ പറഞ്ഞ പോലെ BSN നമ്പർ റിക്വയർഡ് അല്ല, ഇനിഷ്യലി റിക്വയർഡ് അല്ല. ബൈക്ക് പോലുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പുതിയൊരു ബൈക്കിനൊക്കെ €300 to €800 വരും. അതുപോലെ ഒരു സ്റ്റോളൻ ആകാനുള്ള കേസസ് അവിടെ സംഭവിക്കാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് EER ഹിഡൻ ബാരിയറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പൊ മെഡിസിൻ, സൈക്കോളജി, ലോ എന്നീ കാര്യങ്ങൾക്ക് ന്യൂമറസ് ഫിക്സസ് ഉണ്ട്. അതായത് ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അപ്പൊ ഡച്ച് ലോട്ടറി സിസ്റ്റം ആണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ലേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് കുറവാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കോഴ്സ് പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റിൽ തന്നെ ചെയ്യണം. കാരണം താമസിക്കും തോറും റിജക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ DGD എന്ന് പറഞ്ഞ ഡച്ച് ഗവൺമെന്റ് ID ഒരു നിങ്ങൾ ചെന്ന ഉടനെ വേഗം ചെയ്യേണ്ട കാര്യമാണ്. ഇത് അപ്ലൈ ചെയ്താൽ 7 to 10 days കഴിയുമ്പോഴത്തേക്കും പോസ്റ്റൽ വഴി നിങ്ങൾക്ക് പിന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ഒരു ID ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും അവിടുത്തെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. നെക്സ്റ്റ് 30% റൂൾ ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് നിങ്ങളൊരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ആ സാലറി HM ത്രഷോൾഡിൽ കൂടുതൽ എക്സീഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ 30% റൂളിംഗ്, അതായത് 30% ഓഫ് റൂളിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് ക്വാളിഫൈ ആകും. 30% ഓഫ് റൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ടാക്സ് ഫ്രീ ആയിരിക്കും സാലറി ഫോർ 5 years. അപ്പൊ നിങ്ങൾക്ക് €8,000 to €50,000 ആനുവലി സേവ് ചെയ്യാൻ പറ്റും.
ഇനി ഒരു ഫാക്ട് പറയുവാണ് 30 പോയിന്റ് GPA ട്രാപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ടച്ച് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് 1 to 10 ടച്ച് ഗ്രേഡിംഗ് വരുന്നത്. 7 അതിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു 7/10 കിട്ടുവാണ്, അത് ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. 9 to 10 എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പാനിക് ആകേണ്ട കാര്യമില്ല. നിങ്ങൾ ഗ്രേഡ് ഇത്രയും ലോ ആണെന്ന് കാണുമ്പോൾ പാനിക് ആകേണ്ട കാര്യമില്ല. പക്ഷെ എന്താണ്, നിങ്ങൾ അതിനനുസരിച്ച് എന്താണ് നിങ്ങളുടെ CV അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് ചെയ്യേണ്ട വരും. ഇനി ടാക്സ് റീഫണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. മോസ്റ്റ് സ്റ്റുഡൻസിന് ഈ ടാക്സ് റീഫണ്ടിനെ കുറിച്ച് അറിയത്തില്ലായിരിക്കും. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, പാർട്ട് ടൈം വർക്കേഴ്സിന് വരെ എന്താണ് ടാക്സ് ആനുവലി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പൊ ടാക്സ് സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഫയൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ടാക്സ് റീഫണ്ട് കിട്ടാറുണ്ട്. തന്നെ SAD ലാമ്പ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നവംബർ ടു ഫെബ്രുവരി 7 hours ഓഫ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 40% ഓഫ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും സീസണൽ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു മെന്റൽ ക്രൈസിസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ പുറത്തുള്ള സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് ഹൗസിംഗ് സ്കാം ആണ്. അതായത് എവരി 1 in 4, അതായത് 4-1 ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഇങ്ങനെ ഒരു ഹൗസിംഗ് സ്കാം എൻകൗണ്ടർ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള പ്രിക്കോഷൻസ് കരുതുക. നെതർലൻഡ് പോലുള്ള ഒരു കൺട്രിയിൽ സ്റ്റഡീസിന് പോകുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കൾച്ചറൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ. അതായത് ഡച്ച് പീപ്പിൾ എന്ന് പറയുന്നത് അവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ നമുക്ക് അവരുടെ പ്രസന്റേഷൻ, അതായത് അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഡയറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിക്കുമായിരിക്കും. പക്ഷെ അത് ഒരു അഗ്രഷൻ അല്ല. നമ്മൾ അവിടുത്തെ ഒരു കൾച്ചറൽ ഷിഫ്റ്റുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെ ആ ഒരു നെതർലൻഡ് പോലുള്ള ഒരു കൺട്രി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും 2022 സെപ്റ്റംബർ ഇൻടേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ഇപ്പൊ ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തിട്ടിരിക്കുമായിരിക്കും. ഇത് കഴിഞ്ഞ് ഇപ്പൊ ഒരു 3 to 6 മന്തിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർട്ട് സേവിങ്. അതായത് നിങ്ങൾക്ക് 20 to 25 ലാക്ക് ടോട്ടൽ ഇയർ ഫീസ് വേണം. ഇനിയും സെപ്റ്റംബർ ഇൻടേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ഓൾറെഡി നിങ്ങളിപ്പോ ആപ്ലിക്കേഷൻസ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടിരിക്കുമായിരിക്കും. ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ വിസ പ്രോസസ്സ്, ഹൗസിങ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, അതുപോലെ ഫ്ലൈറ്റ് ബുക്കിംഗ് പോലുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ വിസയുമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ VFS അപ്പോയിന്റ്മെന്റ് എടുക്കുക. അത് ഏറ്റവും ആദ്യം കിട്ടുന്ന സ്ലോട്ട് ഏതാണോ അത് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗസിംഗ് നോക്കുക, ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുക. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഒരു 3 month മുമ്പ് നിങ്ങൾ ബുക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ഉള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം സേഫ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ 2-3 വട്ടം പറഞ്ഞു, BSN നമ്പർ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. നിങ്ങൾക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബൈക്ക് പോലുള്ള കാര്യങ്ങൾ സെക്കൻഡ് ഹാൻഡ് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് DigiD എടുക്കുക എന്നുള്ളത്. അതൊരു 10 ദിവസം എടുക്കും നിങ്ങൾക്ക് ID കിട്ടാനായിട്ട്. അപ്പൊ ചെന്ന ഉടനെ ഇത് ചെയ്യേണ്ടതാണ്. നെതർലൻഡിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.